ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ജനുവരി 26 നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് റിപ്പബ്ലിക് ദിനമാണ്, പ്രധാനപ്പെട്ട ഒരു ദിനം. എന്നാൽ അന്ന് നാം അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ തിമോത്തി. ആരാണ് തിമോത്തി? ഒരു വിജാതീയൻ. ലിസ്ട്രായിലാണ് ജനനം. എന്നാൽ പൗലോസ്ലീഹയുടെ വചനം കേട്ടപ്പോഴോ ഇതാ സ്നാനം സ്വീകരിച്ചു. ഒപ്പം അമ്മയും അമ്മാമ്മയും സ്നാനം സ്വീകരിച്ചു. ആ ജീവിത വിശുദ്ധി മൂലം 7-ാം വർഷം പുരോഹിത കൈവപ്പ് പൗലോസ്ലീഹ തിമോത്തിക്ക് നൽകി. തുടർന്ന് എഫേസൂസ് മെത്രാനായി. നമ്മുടെ വിശ്വാസം വളർത്താൻ ദൈവ ആത്മാവ് നമ്മെ സഹായിക്കും. ഇതാണ് തിമോത്തി നമുക്ക് തരുന്ന പാഠം. പൗലോസ്ലീഹയുടെ കൂടെ സന്തത സഹചാരിയായി, വചനസാക്ഷ്യമായി, സഹപ്രവർത്തകനായി സഞ്ചരിച്ച അദ്ദേഹം അവസാനം രക്തസാക്ഷി മകുടം ചൂടുകയാണ്. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-12 വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നിയെല്ലാം. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചാൽ അവിടുത്തോടുകൂടി ജീവിക്കും, അവിടുത്തോടുകൂടി സഹിച്ചാൽ അവിടുത്തോടുകൂടി വാഴും. അങ്ങനെ ഒരു ജീവിതം മരണത്തിൽ നിന്ന് ജനിക്കുന്നു. സഹനത്തിൽ നിന്നോ ഒത്തുള്ള ഒരു ജീവിതത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. നമുക്ക് തിമോത്തി മാതൃകയാകട്ടെ. വചനം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ധ്യാനിക്കാം, ജീവിക്കാം. ദൈവാത്മാവ് എല്ലാവരെയും നയിക്കട്ടെ. ആമേൻ.